സോ ഡേറ്റ കളക്ട് ചെയ്ത ശേഷം റിസർച്ചർ ആ ഒരു ഡേറ്റേനെ ക്ലാസിഫൈ ചെയ്യണം, ആ ഒരു ഡിസ്ക്രിപ്ഷനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുമ്പോൾ കാറ്റഗറീസ് ആയിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു തീംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ, ഒരു ലൈക്ക് ഫിനാൻഷ്യൽ ബേർഡൻ, സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് ഏതുവരെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 5 പേരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തു, ഓരോരുത്തരും ഓരോ പുതിയ കാര്യവും ബാക്കി കോമൺ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ഒരു 10-15 പേരായി കഴിയുമ്പോൾ പുതിയതൊന്നും വരുന്നില്ല, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുക. പുതിയ ഒരു കാര്യവും പറയാതെ ഇതുവരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെയിം കാറ്റഗറീസും സെയിം തീംസും ഒക്കെയാണ് വരുന്നത്. ആ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് ഓവർലാപ്പ്. സോ ഈ ഒരു ഓവർലാപ്പും വെയ്റ്റ്നെസ്സും ഇറെലവൻസിയും ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്നത് വരെ കാറ്റഗറൈസ് ചെയ്ത് ഇതിനെ കോമൺ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം ഒരു റിസർച്ചർ കളക്ട് ചെയ്യുന്ന ഡേറ്റ. So the data is to be classified. The descriptions are to be presented into categories until overlap, vagueness and irrelevancy are eliminated. So ഒരേ കാര്യം തന്നെ പലരും പലതരത്തിൽ പറഞ്ഞു എന്ന് വരും. സോ ഇതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുക. സോ ഈ ഒരേ കാര്യങ്ങളെ ഗ്രൂപ്പ് ചെയ്ത് കാറ്റഗറി ആയിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാനായിട്ട്. ഇത് ഇറെലവൻസിയും അതുപോലെ തന്നെ വെയ്റ്റ്നെസ്സും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The final listing of categories should reflect the live experiences captured in a coherent, meaningful manner. So finally നമ്മൾ ഡേറ്റ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ആ ഒരു ലൈഫ് എക്സ്പീരിയൻസിൻ്റെ എസെൻസിനെ വേണം പ്രസൻറ്റ് ചെയ്യാനായിട്ട്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് ദ ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. The primary sources are the people who had a real life situation. The questionnaire which is used is usually semi-structured. Audio taping is used in order to help out with the data analysis. So people who had a recent experience are selected as the participants. From their description, we have to identify themes. Once the themes are identified, this is to be validated with the participants as the meaning or their real life situations are the essence of the study. Bracketing is one of the technique which is used by the researcher in order to keep aside his personal feelings and identify the participants' life experiences as according it is. Whenever the researcher questions or conducts an interview, statements that is helpful in eliciting a participant's description should be used. The researcher has to classify the entire data into categories or themes, and this is done in order to avoid overlap. The process is to be done until vagueness and irrelevancy are eliminated. Final listing, or once the data is finally presented, it should reflect the life experiences that is experienced by the people. Coming to data analysis, the process of data analysis involves difficult task of contrasting and comparing the final data to determine what pattern, themes or threads emerge. സോ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഭയങ്കര ടീഡിയസ് ആയിട്ടുള്ളൊരു ജോബാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റയിൽ. സോ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവർ കുറേ ചിലപ്പോൾ 1/2 മണിക്കൂർ 1 മണിക്കൂർ സംസാരിച്ചെന്ന് വരാം. ചിലപ്പോൾ നമുക്ക് പേജസ് ഓഫ് ഡേറ്റ അവർ പറഞ്ഞെന്ന് വരാം. ഈ പേജസ് ഓഫ് ഡേറ്റയിൽ നിന്നും കുഞ്ഞു കുഞ്ഞു തീംസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ കാറ്റഗറൈസ് ചെയ്ത് പിന്നെ ഓരോ പാർട്ടിസിപ്പൻസ് പറയുന്നതും ഇത് തന്നെ ഓരോ തരത്തിലായിരിക്കും പറയുന്നത്. സോ അതിനെ ഓരോന്നും ഈ സബ് കാറ്റഗറീസിൻ്റെ അടിയിലിട്ട് പുതിയ ഡേറ്റനെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വെരി ടീഡിയസ് ജോബ്. സോ ഡേറ്റ അനാലിസിസ് ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഹിയർ വാട്ട് വി ഡു ഇസ് വി കോൺട്രാസ്റ്റ് ആൻഡ് കമ്പയർ ദ ഫൈനൽ ഡേറ്റ in order to determine the different themes and the threads or the categories that emerge. Coming to the different types of phenomenological research, there are 4 basic types of phenomenological research. The first type is realistic phenomenological research.
It focuses on gathering the universal abstract of various types of information like human actions, motives and results. So ചില കാര്യങ്ങളുടെ യൂണിവേഴ്സൽ അബ്സ്ട്രാക്റ്റിനെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇൻഫർമേഷനെ കളക്ട് ചെയ്യുന്ന ഫിനോമിനോളജിക്കൽ റിസർച്ച് ആണ് റിയലിസ്റ്റിക് ഫിനോമിനോളജിക്കൽ റിസർച്ച്. ലൈക്ക് ഹ്യൂമൻ ആക്ഷൻസ്, മോട്ടീവ്സ്, അതിൻ്റെ റിസൾട്ട്സ്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഉള്ള യൂണിവേഴ്സൽ അബ്സ്ട്രാക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും കൂടുതൽ മനസ്സിലാക്കാനായിട്ടുമാണ് ഈ ഒരു റിസർച്ച് സ്റ്റഡി ഉദ്ദേശിക്കുന്നത്. The second type is constitutive phenomenological research. This includes the philosophy of various natural sciences like social beliefs, positions and practices. So social beliefs, positions, practices ഇതുപോലെയുള്ള ഫിലോസഫിക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്ന കൈൻഡ് ഓഫ് റിസർച്ച് ആണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഫിനോമിനോളജിക്കൽ റിസർച്ച്. The next is existential phenomenological research. It is concerned with different topics like actions, conflicts, desire, oppression and death. So ഇതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കൈൻഡ് ഓഫ് റിസർച്ച് സ്റ്റഡീസ് ആണ് എക്സിസ്റ്റൻഷ്യൽ ഫിനോമിനോളജിക്കൽ റിസർച്ച്. And finally we have hermeneutical phenomenological research. It concentrates on interpretation and meaning. So എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു കാര്യത്തെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പഠിക്കുന്ന കൈൻഡ് ഓഫ് സ്റ്റഡിയാണ് ഹെർമെന്യൂട്ടിക്കൽ ഫിനോമിനോളജിക്കൽ റിസർച്ച്. One of the example is how historically and socially conditioned individuals portray their world within a given context. Like ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കുറച്ച് കൂട്ടം ആൾക്കാർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നൊക്കെ പഠിക്കുന്ന കൈൻഡ് ഓഫ് സ്റ്റഡീസ് ആണ് ഹെർമെന്യൂട്ടിക്കൽ ഫിലോസഫിക്കൽ റിസർച്ച്. So these are the different types of phenomenological research. Realistic phenomenological research ഇവിടെ യൂണിവേഴ്സൽ അബ്സ്ട്രാക്ട്സിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഫിനോമിനോളജിക്കൽ റിസർച്ച് ഇവിടെ നമ്മൾ സോഷ്യൽ ബിലീഫ്സ്, പൊസിഷൻസ്, പ്രാക്ടീസസ് ഇതിനെക്കുറിച്ച് ഒക്കെ ആയിരിക്കും പഠിക്കുക. Existential phenomenological research, here we deal with actions, conflicts, desires, oppression and death. Hermeneutical phenomenological research, here we usually study how individuals portray their world within a given context. So this is regarding phenomenological research. Phenomenological research എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ്. സോ ഈ റിയൽ ലൈഫ് എക്സ്പീരിയൻസസിനെ കൂടുതൽ മനസ്സിലാക്കി അതിൽ നിന്നും തിയറി ജനറേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റിസർച്ച് ആണ് ഫിനോമിനോളജി. ഫിനോമിനോളജിയിൽ ഹിയർ വി ലേൺ അബൌട്ട് അൺഒബ്സർവബിൾ ഫാക്ട്സ്. It opposes naturalism. It justifies knowledge with reference to the substance itself. ഡേറ്റ കളക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനേഴ്സ് ആണ്. ഓഡിയോ ടൈപ്ഡ് ഇൻ്റർവ്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുക. റിയൽ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ ആയിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഓരോ ആൾക്കാരും പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ നിന്നും വി വിൽ ഐഡൻറ്റിഫൈ ദ തീംസ് ഓർ സബ് കാറ്റഗറീസ്. ഈ സബ് കാറ്റഗറീസ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എപ്പോഴും ബ്രാക്കറ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യണം. ബ്രാക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസസിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിർത്തുക, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യാതിരിക്കുക. സോ റിസർച്ചിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ മാറ്റി നിർത്തി പാർട്ടിസിപ്പൻസ് പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ടെക്നിക്കാണ് ബ്രാക്കറ്റിംഗ്. എപ്പോഴും റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിസിപ്പൻസിൽ നിന്നും ഇൻഫർമേഷൻ എലിസിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രോബിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കണം. ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം റിസർച്ചിന് ഒരു ടീഡിയസ് ജോബായ ഡേറ്റ അനാലിസിസ് ഉണ്ട്. ഇവിടെ ചെയ്യുക കാറ്റഗറീസിനെ ക്ലാസിഫൈ ചെയ്ത് ഓവർലാപ്പ് അവോയ്ഡ് ചെയ്യുകയും വേഗ്നെസ്സും ഇറലെവൻസിയും ഒക്കെ അവോയ്ഡ് ചെയ്യുകയാണ്. സോ ഈ ഒരു പ്രോസസ് ഓഫ് ഡേറ്റ അനാലിസിസിൽ വി കോൺട്രാസ്റ്റ് ആൻഡ് കമ്പയർ ദ ഫൈനൽ ഡേറ്റ ഇൻ ഓർഡർ ടു സീ വാട്ട് പാറ്റേൺ, തീംസ് ആൻഡ് ത്രെഡ്സ് എമേർജ്. There are 4 basic types of phenomenological research. They are realistic phenomenological research, constitutive phenomenological research, existential phenomenological research, and hermeneutical phenomenological research. So hope you are clear till this. If there are any doubts, please message me or contact me personally. Thank you.